ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കോസ്റ്റാർ മീഡിയ. ഞാൻ ഹർഷാദ് താനൂർ. ഇന്നലെ നടന്ന യുഎഫ ചാമ്പ്യൻസ് ലീഗിൽ സ്പാനിഷ് ലീഗിലെ വമ്പന്മാരായ റയൽ മാഡ്രിഡിന് തോൽവി. ഫ്രഞ്ച് ക്ലബായ ലില്ലിയാണ് റയലിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫിലെ എക്സ്ട്രാ ടൈമിലായിരുന്നു ലില്ലിയുടെ ഗോൾ. അതൊരു പെനാൽറ്റി ഗോളായിരുന്നു. ലില്ലിയുടെ ജോണതൻ ഡേവിഡാണ് ആ ഒരു പെനാൽറ്റി കിക്ക് എടുത്ത് ഗോളാക്കിയത്. ഒരുപാട് ചാൻസുകൾ പിന്നീടും അതിനു മുമ്പും റയലിന് കിട്ടിയെങ്കിലും അതൊന്നും ഗോളാക്കി മാറ്റാനുള്ള ഒരു അവസരം റയൽ മാഡ്രിഡിന് കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഭാഗ്യമില്ലാത്തൊരു കളി എന്ന് വേണമെങ്കിൽ ഇന്നലെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. റയൽ മാഡ്രിഡും ലില്ലിയും തമ്മിലുള്ള ആ ഒരു മത്സരം. ലില്ലിയുടെ ഹോം ഗ്രൗണ്ടായ മൗറോയ് സ്റ്റേഡിയത്തിലായിരുന്നു ഇന്നലെ കളി നടന്നത്. അവിടേക്ക് കളിക്കാമെന്ന റയൽ മാഡ്രിഡിന് അത് ഏറ്റവും വലിയൊരു പരാജയമായി മാറി ആ ഒരു ഗ്രൗണ്ടിലെ കളി. ഇതോടുകൂടി ഈ ചാമ്പ്യൻസ് ലീഗിലെ പോയിന്റ് ടേബിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് ഉള്ളത് 17ാം സ്ഥാനത്താണ്. മുഴുവൻ 36 ടീമുകളുടെയും കണക്കെടുത്താൽ 16ാം സ്ഥാനത്താണ് റയൽ മാഡ്രിഡ് ഉള്ളത്. 15ാം സ്ഥാനത്താണ് ബാഴ്സലോണ ഉള്ളത്. ബൊറൂസിയ ഡോർട്ട്മുണ്ട് ആണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. കളിച്ച 2 കളിയിൽ 2ഉം ജയിച്ചു. 6 പോയിന്റ്. ഇതേ 6 പോയിന്റോടെ ഒരുപാട് ടീമുകളുണ്ട്. ഡോർട്ട്മുണ്ട്, ബ്രെസ്റ്റ്, ബെൻഫിക്ക, ലെവർകുസൻ, ലിവർപൂൾ, ആസ്റ്റൺ വില്ല, ജുവന്റസ്, ഈ 7 ടീമുകളും കളിച്ച 2 കളികളും ജയിച്ച് 6 പോയിന്റ് വീതം നേടിയിട്ടുണ്ട്. ഇന്നലെ ബാഴ്സലോണ 5-0 തോൽപ്പിച്ച യങ് ബോയ്സ് എന്ന് പറയുന്ന ടീമാണ് ഈ ഒരു ചാമ്പ്യൻസ് ലീഗിലെ പോയിന്റ് ടേബിൾ എടുത്താൽ ഏറ്റവും അവസാനത്തിൽ 36ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റു വീഡിയോയിൽ കാണാം. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടണും കൂടി ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.